ഇനി അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം അല്ലെ? എന്താണ് RCM? അറിഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് RCM? നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താണ് കിട്ടുക? 1000 രൂപ മുതൽ 50 ലക്ഷം വരെ വരുമാനം കിട്ടും. അതിനു കൂടെ RCM വിഭാവനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തോഷം, അതിലൂടെ എല്ലാ സന്തോഷവും കിട്ടാനുള്ളൊരു അവസരമുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതാണ് വളരെ പ്രധാനം. ഇതൊക്കെ പല ആൾക്കറിയാം, ഇതും അറിയാം, പക്ഷേ ചെയ്യില്ല. വീടിൻ്റെ വടക്കേ വശത്ത് 10 കോല് കിണർ കുത്തിയാൽ വെള്ളം കാണും എന്ന് ആര് പറഞ്ഞു? സ്ഥാനം നോക്കുന്ന ആൾ പറഞ്ഞു. അവിടെ കുത്തിയ വെള്ളം കിട്ടും നമുക്ക് മനസ്സിലായി. അപ്പുറത്തെ വീട്ടുകാരനും ഇപ്പുറത്തെ വീട്ടുകാരനും അവിടെ 10 കോല് കുത്തിയപ്പോൾ അവർ നന്നായിട്ട് വെള്ളം ആ കിണറ്റിൽ നിന്ന് കോരി കുടിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമുക്കും കിണർ കുത്തിയാൽ വെള്ളം കിട്ടാനുള്ള സാധ്യത ഇല്ലേ? സാധ്യതയുണ്ടാ? ഇല്ലെങ്കിൽ ഈ കേസ് ഞാൻ വിട്ടു. സാധ്യതയുണ്ടാ? സാധ്യതയുണ്ട്. പക്ഷെ കുത്തുക എന്നുള്ളത് അയലക്കാരും വന്ന് കുത്തോ? നമ്മൾ കുത്തണ്ടേ? ചില ആളിന് 2 കോല് കുത്തിയിട്ട് ഇതിൽ വെള്ളം കാണില്ലല്ലോ എന്നാണ് പറയുന്നത്. ചില ആള് കുത്തി തുടങ്ങി. ബിഗിനർ സ്റ്റാർട്ടർ ഓപ്പണറൊക്കെ ആകുമ്പോഴേക്കും ഡയമണ്ടിന്റെ വരുമാനം കിട്ടോ? സ്റ്റാർ എമറാൾഡിന്റെ വരുമാനം കിട്ടോ? കിട്ടില്ല. പക്ഷെ നമ്മള് സ്റ്റാർ എമറാൾഡ് ആവണമെങ്കിൽ 48 ലക്ഷം അവിടെ 8 കോല് എന്ന് പറയുന്ന പോലെ 10 കോല് എന്ന് പറയുന്ന പോലെ ഇവിടെ ആ തോതാണ്. ടീമില് 48 ലക്ഷം എ സൈഡും 48 ലക്ഷം ബി സൈഡും വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്റ്റാർ എമറാൾഡിന്റെ വെള്ളം കിട്ടുള്ളൂ. അപ്പൊ 2 കോലും 3 കോലും കുത്തിയിട്ട് കൈക്കോട്ടും പിക്കാസൊക്കെ എടുത്ത് വീക്കി കിണറ്റിന്ന് കയറി പോന്നാൽ കാര്യമുണ്ടാ? ക്ഷമ വേണ്ടേ? അത്രയ്ക്കെങ്കിലും കുത്താൻ നമ്മൾ തയ്യാറാവണ്ടേ? അത് കുത്തുന്ന ആളുകൾക്ക് എന്താണ് ആ കുത്തി ആ 10 കോല് എത്തുമ്പോഴേക്കും പല സ്ഥലങ്ങളിലൂടെയും മുറിവുകള് വരുന്നത് കാണാം. നമ്മള് നിശ്ചയിച്ചോ ചിന്തിച്ച തലത്തിലല്ലാത്ത ഉറവുകള് അവിടെ വരും. അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നതിലും കൂടുതൽ പൈസയാണ് എനിക്ക് RCMലൂടെ കിട്ടുന്നത്. കാരണം കുത്താൻ തയ്യാറായി. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഒരു 5000 രൂപ RCMലൂടെ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച്, അമ്മായിക്ക് അറിയാതെ 5000 രൂപ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ RCMലേക്ക് കടന്നു വന്ന ആളാ. അവിടെയാണ് ഒരു സ്റ്റാർ എമറാൾഡായിട്ട് ഇന്ന് നിൽക്കുന്നത്. ആലോചിച്ചു. കുത്താൻ തയ്യാറാവുമ്പോൾ എന്തുണ്ടാവും? ചില കിണറ്റില് മട്ടിപ്പാറ ഉണ്ടാവും, ചില തരത്തിൽ നല്ല കാടക്കണ്ണൻ ഉണ്ടാവും, ചിലത് നല്ല വിരിഞ്ഞ പാറയുണ്ടാവും. അവിടെ നിർത്തരുത് കുത്തല്. തുറന്ന് കുത്താൻ നിങ്ങൾ തയ്യാറാവണം. അതിനെ മറികടക്കാൻ തയ്യാറാവണം. അതിൻ്റെ അടിയിലാണ് വെള്ളം, അതിൻ്റെ അടിയിലാണ് പൈസ. മുകളിലല്ല പൈസ. മുകളിൽ പൈസയാണെങ്കിൽ ബിഗിനറിന് ഇന്ന് 1 ലക്ഷത്തിന് മേലെ വരുമാനം കിട്ടിയാനെ. കുത്തുന്ന ആളുകൾക്കാണ് പൈസ, പ്രയത്നിക്കുന്ന ആളുകൾക്കാണ് പൈസ. പക്ഷെ ഇവിടെ കുത്തുന്നത് ഒറ്റയ്ക്കല്ല, അവിടെയാണ് ടീം. അതുകൊണ്ട് നമ്മളും നമ്മുടെ ടീമും കൂടി പ്രയത്നിച്ചാൽ നമുക്ക് ഏതറ്റം വരെ വിജയിക്കാൻ സാധിക്കും. എന്ത് ചെയ്യണം അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകൾ എത്ര പേരുണ്ട്? ഇന്ന് കൈയുയർത്തി. അതാണ് പിന്നെ പറയണ്ടോ? കുറെ ആളുകൾക്ക് താല്പര്യമുണ്ട്. എന്ത് ചെയ്യണം? അവിടെയാണ് ആക്ഷൻ പ്ലാൻ. ഇത് കേൾക്കുമ്പോൾ തോന്നും, ഇതിപ്പോൾ എൻ്റെ ഡയറി 12 ഡയറി ഞാൻ എഴുതി, അതിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വലിയ കാര്യം. സ്റ്റാർ എമറാൾഡ് ഇയാൾ വന്നിട്ട് പറയുന്നത് ഇത് വലിയ തത്വം ഇതാ. അതിനു മുന്നേ വിജയിക്കേണ്ട ആളുകളെ ഒഴിവാക്കേണ്ട 5-6 കാര്യങ്ങൾ ഒന്ന് കേട്ടാലോ? അത് കേട്ടിട്ട് ഇത് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ച് ഉണ്ടാവുള്ളൂ. പഞ്ച് വേണം നിങ്ങൾക്ക്? പഞ്ച് എന്ന് പറയുമ്പോൾ പല പഞ്ചുണ്ട്. ഈ പഞ്ച് നമ്മളിൽ തന്നെ ചാർത്തേണ്ടതാ. ഒരു സീല് പതിച്ചിട്ട് വേണം ഈ ഹോളിൽ നിന്ന് പോവാൻ. നിങ്ങളിൽ തന്നെ ഒരു സീല്, നിങ്ങളുടെ ബ്രെയിനിൽ ഒരു സീല് കുത്തിട്ട് വേണം പോവാൻ. ഞാൻ ചാലക്കുടി SNDP ഹോളിൽ വെച്ച് ആ കുത്തിയ സീല് ഇന്ന് വരെ മാഞ്ഞിട്ടില്ല. ഇന്നൊരു സീല് നിങ്ങൾ കുത്തണോ? ചില മറ്റേ ഗവൺമെന്റിൽ നിന്നൊക്കെ ആടിനും പശുവിനൊക്കെ കിട്ടുമ്പോൾ ചില ഈ കാതുമ്മ ഒരു സീല് വെച്ചിട്ട് വിടും. ഇത് വിൽക്കാൻ പാടില്ല.
വിൽക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഉറപ്പാണ് അല്ലേ? പല ആളുകളുണ്ട്, ചില ക്ലാസ്സിൽ ഇവിടെ ഒരു സീല്, അപ്പുറത്തെ ക്ലാസ്സിൽ വേറൊരു സീല്, 2 ദിവസം കഴിയുമ്പോൾ ഈ സീല് ഒരു കുളി കഴിയുമ്പോൾ മായും. പക്ഷെ മായാത്ത സീല് പതിപ്പിച്ച് പോകുന്ന ആളുകൾക്ക് അത് ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റും. കേൾക്കണോ പ്രിയ കൂട്ടരെ? പല ആളുകളും തീരുമാനം ഈ ഹോളിലെടുത്തു, പക്ഷെ സീല് പോകുന്നത് എവിടെയാണെന്നറിയോ? സീല് പോകുന്നത് ഒരു 6 പോയിന്റ് പറയട്ടെ, ചിലപ്പോൾ ഗുണം ചെയ്യും ചിലവർക്ക് അല്ലേ? ഞാൻ ഇനി തട്ടണ്ട, ഇനി കാണാണ്ട് പറഞ്ഞിട്ട് കണ്ടിട്ട് തന്നെ പറയാം. നോക്കൂ, ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ. അതായത് വിജയിക്കാനായി ഒഴിവാക്കേണ്ട 6 കാര്യങ്ങൾ. അല്ല, വിജയിക്കാൻ പല ആളുകളും തീരുമാനം എടുക്കാറുണ്ട്. ആർസിമിലൂടെ വിജയിക്കണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആഗ്രഹങ്ങളൊക്കെ പല ഘട്ടത്തിൽ അവിടെ മിസ്സാവുന്നത് പല തീരുമാനങ്ങൾ നമ്മൾ ഉറപ്പിക്കാത്തത് കൊണ്ടാണ്, പല തീരുമാനങ്ങളിൽ നമ്മൾ ചഞ്ചലിക്കുന്നതുകൊണ്ടാണ്. അതിൽ ഒന്നാമത്തെയാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാനുള്ള തീരുമാനം ഒഴിവാക്കണം. ഏതൊരു വിജയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ പിൻവലിക്കാനായിട്ട് വീട്ടുകാരുണ്ടാവും, ബന്ധുക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ഉപദേശികളുണ്ടാവും. ഇതുവരില്ലാത്ത ഉപദേശികൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പെട്ടിട്ടുണ്ടോ? പ്രത്യക്ഷപ്പെട്ടുള്ള ആളുകളൊന്ന് പറഞ്ഞേ. അങ്ങനെ ചില ഉപദേശികൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുള്ള ആളുകൾ, അത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളുടെ മുന്നിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളൂ. ഏത് ആർസിം പറയാൻ വേണ്ടിയിട്ടേ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾക്ക് മുന്നിലാണ് പ്രത്യക്ഷപ്പെടുള്ളൂ. അല്ലാതെ നിങ്ങൾ കല്യാണം കുടിക്കും, മറ്റുള്ള ഉത്സവത്തിനും പെരുന്നാളിനും വെറുതെ പോയാൽ ഇങ്ങനെയുള്ള ഉപദേശികൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല. നിങ്ങൾ ആർസ്യം പറയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു നോക്കൂ, ആർസ്യം ചെയ്യുന്നുണ്ടെന്ന് അവരുടെ മുന്നിലൊന്ന് അവതരിപ്പിച്ച് കാണിച്ചു നോക്കൂ, അപ്പോൾ പ്രത്യക്ഷപ്പെടും. എന്തിനാടി ഈ പരിപാടിക്ക് പോണ്? ഇതിൽ എന്നിട്ട് കിട്ടാൻ ആ പെട്രോൾ പമ്പിൽ ഒരു ഒഴിവുണ്ടായിരുന്നല്ലോ, അവിടെ നിനക്ക് നോക്കാറുന്നില്ലേ? നിന്റെ കുടുംബത്തിന് മോശക്കാരാക്കാനായിട്ട് ഏത് ഉപ്പ് മല്ലി മുളകും വിറ്റിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു മരപ്പണിക്കാരൻ, എന്തിനാണ് നീ ഒരു ഉപ്പും മല്ലും മുളകും ഈ പൊരി വെയിലത്ത്? നിനക്ക് മരപ്പണിയുണ്ട്, പലചരക്കടയുണ്ട്, അവിടെ ആ കച്ചവടം ചെയ്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതുണ്ടല്ലോ, എന്തിനാ നീ ഇത് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. അന്ന് ഞാൻ പൊരി വെയിലത്ത് ഗിരിസാറ് പറയാനുള്ള പോലെ സ്കൂട്ടർമേ 2 സൈഡിൽ ആട്ടിയും പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാ. അങ്ങനെ പൊരി വെയിലത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സോപ്പ് നീട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞോടെ ഇതൊരു സോപ്പാണെന്ന്. നിനക്കതൊരു സോപ്പാണ്, പക്ഷെ എനിക്കതൊരു ഹോപ്പാണ്. ഇന്ന് നീ എന്നെ കളിയാക്കും, ഈ പൊരി വെയിലത്ത് ഈ സ്കൂട്ടറിന് പോകുമ്പോൾ നീ എന്നെ കളിയാക്കും. ഒരു 2 വർഷം കഴിയുമ്പോൾ ഞാൻ ആർസിമിലൂടെ എൻ്റെ കാർ ഇറക്കും, ഒരു 10 ലക്ഷത്തിൻ്റെ കാറിലായിരിക്കും, പിന്നെ ഈ സാധനങ്ങൾ വിൽക്കാൻ ഞാൻ നടക്കാം. അന്ന് നീ എന്നെ കളിയാക്കാൻ ഉണ്ടാവണം ട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് ആർസിമിന്ന് ലാബിലൊട്ടിച്ച ആ കാറ് കാണുമ്പോൾ അന്ന് കളിയാക്കിയ ആളുകൾ കാറ് തടഞ്ഞു നിർത്തി ഒരു പാക്കറ്റ് തവിടെണ്ണ തരാൻ പറയും. ഇത് പറയണമെങ്കിൽ ചങ്കൂറ്റം വേണം, ധൈര്യം വേണം, അല്ലാതെ പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ ബിസിനസ്. അതുകൊണ്ട് 10 ആളും മുന്നിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ധൈര്യത്തോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്താണ് ആർസിം എന്ന് മനസ്സിലാക്കണം. എന്തിനാണ് ആർസിം ഏറ്റെടുക്കുന്നത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ആർസിമിലൂടെ എന്താണ് കിട്ടാന്നുള്ളത് ബോധ്യം ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം. പിന്നെയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഉള്ളതിന് പകരം ആ വിശ്വാസം വരാത്തത് കൊണ്ടാണ് ആ 3 കാര്യത്തിൽ മുകളിൽ പറഞ്ഞ 3 കാര്യത്തിൽ വിശ്വാസമില്ലായ്മയാണ് സത്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് ആളുകൾ പ്രാധാന്യം കൊടുക്കാത്തതും ചെയ്യാത്തതും. അതുകൊണ്ട് അത് അരക്കിട്ട് ഉറപ്പിക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് പറയുന്നതിന് മുന്നേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനം. ഞാൻ എൻ്റെ അച്ഛനെ തൃപ്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് എൻ്റെ എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആർസിമിൽ ഉണ്ടാവില്ല. കാരണം ഏറ്റവും കൂടുതൽ തീർത്തത് അച്ഛനാണ്. നാട്ടുകാരും ബന്ധുകാരും പറയണേ, മുന്നേ അച്ഛനെ പറയണ്ടേ? എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ ഈ കളി കുടുംബത്ത് പറ്റില്ല, പണിക്ക് പോവാതെ ആർസിമിൻ്റെ മീറ്റിങ്ങിൻ്റെ പേരും പറഞ്ഞ് പോവാനുള്ള പരിപാടി നടക്കില്ല, ഭാര്യനും വിട്ടുള്ളവരും പട്ടിണിക്കിടാനുള്ള പരിപാടിയാണോ, ഈ കുടുംബത്തിൽ നടക്കില്ല എന്ന് അച്ഛൻ അടിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ ആർസിം ചെയ്തിട്ട് അടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ തൃപ്രയാറ് മേഖല, എൻ്റെ ഭാര്യ വീട് ജിഷയുടെ വീട് തൃപ്രയാറാ, നാട്ടികയിലേക്ക് ഞാനും ജിഷയും കൂടി പ്രൊജക്റ്റ് കൊണ്ടുപോയപ്പോൾ ജിഷയുടെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലെന്ന്
ആള് മരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, ഇലക്ഷനൊക്കെ നിന്നാളാണ്, ഈ നാട്ടിൽ എനിക്ക് നിലയും വിലയുണ്ട്, നീ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പേരും പ്രശസ്തിയുണ്ട്, അത് കളയാൻ ഞാൻ തയ്യാറല്ല. ജിഷോട് പറഞ്ഞു, നീ അവനോട് പറഞ്ഞേക്ക് ഇങ്ങനെയുള്ള കണസ സാധനങ്ങളൊന്നും കുടുംബത്തിൽ കൊണ്ടുവരുന്നത്. ഞാൻ ജിഷോട് പറഞ്ഞു, നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ബിസിനസ് തൃപ്രയാർ ഏങ്ങണ്ടൂർ വാടാനപ്പള്ളിയില് ഞാൻ വളർത്തുമെന്ന് ഞാൻ തീരുമാനമെടുത്തു. പിന്നെ ഞാൻ കുടുംബത്തിൽ കൊണ്ടുപോയില്ല. അവർ അയലക്കത്തുള്ള ആളുകൾ. അങ്ങനെയാണ് ഷൈൻ ബാബു സാറ് കടന്നു വന്നത്. ആൾ ഉമ്മർത്താണ് ഷൈൻ ബാബു സാറിനെ ഞാൻ സ്റ്റാർ കളാക്കിയത്. ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇത് നമ്മൾക്കൊരു വാശി ഉണ്ടാവണം. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല, അല്ലേ? ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സംതിങ് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇയാൾക്ക് ഇത്തിരി എവിടെയോ ഒരു കുറവുമായി തോന്നില്ല, അല്ലേ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്കും തോന്നുന്നില്ലേ എന്തോ ഒരു കുറവുണ്ടെന്ന്? അതന്നെയാണ് ആ സ്പെഷ്യല്. അതന്നെയാണ് ആ സ്പെഷ്യല്. എല്ലാവരും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സംസാരം എന്തിനു സംസാരിക്കാതിരിക്കണം? ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണാ? ഞാൻ എൻ്റെ കഴിവ് കൂട്ടാൻ വന്നതാ. എന്ന് ചാലക്കുടിയില് എൻ്റെ കഴിവ് കൂട്ടാൻ വന്നതാ. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഏട് അടർത്തെടുത്ത് അത് നിങ്ങളുടെ ജീവിതമാക്കി മാറ്റാം. അത് നിങ്ങളുടെ ചോയ്സ്. JRCയും ഗുഡ് RCയും ഇന്ന് വരെ ഏതെങ്കിലും ലീഡർമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? അതോടുകൂടി ടീം വിട്ടെറിഞ്ഞു പോവും. ഞാൻ പറയുന്നു, പോണ്ടവര് പോണം, നിൽക്കേണ്ടവര് നിൽക്കണം, പോണവര് മാറി നിൽക്കണം, പറയണം, നിൽക്കുന്നവരെ കയറ്റി നിർത്തണം, അവരെ വിജയിപ്പിക്കണം. അതാണ് ലീഡർഷിപ്പ്. അല്ലാണ്ട് നിങ്ങൾ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തുമ്മിയാണ് തെറിപ്പിച്ച് കളയണം. ചില ആളുകളുണ്ട്, നീ തുമ്മിയാ ഞാൻ പോവും. ഞാൻ പറയുന്നു, നീ എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വേറെ ടീമിലേക്കോ വേറെ സംവിധാനത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ട്രോഫി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊമ്പടിയിൽ ട്രോഫി കൊടുക്കുന്നു. ഏത് ആ കച്ചറ പോയതിന്. ഇത് പറയാൻ ലീഡേഴ്സിന് ധൈര്യമാണ്. അതുകൊണ്ട് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലോകത്തിൽ ഒരു വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല. തീരുമാനം എടുക്കാൻ പറ്റോ? അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണം RCM എന്താണ്. രണ്ടാമത്തെ, മാറ്റത്തോടുള്ള ഭയം, അല്ലേ? മാറ്റം RCM ഈക്വൽ ടു ചേഞ്ച്. RCMൽ വന്നു കഴിഞ്ഞാൽ RCMന്റെ സിസ്റ്റം പാലിച്ചാൽ ആള് മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാറ്റത്തോടുള്ള ഭയമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റില്ല. RCMലേക്ക് കടന്നു വന്നപ്പോൾ ഗിരിസാർ പറഞ്ഞു, ഇനി വേഷമൊക്കെ ഒന്ന് മാറ്റണം. ഗൾഫിൽ ജോലി ചെയ്ത് വന്നപ്പോൾ എൻ്റെ പാൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ പാപ്പൻ്റെ പിള്ളേർക്ക് കൊടുത്തു. കാരണം ഇനിയിപ്പോൾ മരപ്പണി ചെയ്ത് നാട്ടിൽ നടക്കുന്ന ആൾക്ക് ഇങ്ങനെ പാൻറ്റൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കല്യാണ വീട്ടിലൊക്കെ പാൻറ്റൊക്കെ ഇട്ട് പോകാന്ന് പറയുമ്പോൾ കുറച്ചിലാ കൂലിപ്പണിക്കാരൻ പാൻറ്റ് ഇട്ട് പോകാൻ. പക്ഷെ RCMൽ വന്നപ്പോൾ ഗിരിസാർ പറഞ്ഞു, നിന്റെ കൂലിപ്പണി അല്ലാതെ ഇത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബിസിനസ്സാ, അതിനനുസരിച്ച് വേഷം മാറണം. എടുത്തോ പാൻറ്റിന്റെ തുണി, അടിച്ചു പാൻറ്റ് ഇട്ടു, ഇത്രയും കയറ്റി പാൻറ്റ്. അന്ന് പാൻറ്റ് ഇട്ട ഒരു ഫോട്ടോ ഗിരിസാറിൻ്റെ ഇല്ല. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ നാളാവും. ഏത് ശങ്കരാടിയൊക്കെ പാൻറ്റ് ഇട്ടില്ലേ, അതുമാതിരി ഇത് കൂടെയാണ് ഇട്ട. കാരണം അന്ന് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഇതാണ് കണ്ട, ഇതാണ് ലീഡർ, ഇതാണ് അമ്മായി. അപ്പൊ വേഷം മാറാൻ തയ്യാറായി. നമ്മുടെ കറൂറ്റൊരു പ്രോഗ്രാമിന് ട്രെയിനിങ് ചെന്നപ്പോൾ മൂർത്തി സാറ് പറഞ്ഞു, ഇനി അങ്ങനെ നിന്നാ പോരാ. അന്ന് എന്താണ് വിന്നറോ അങ്ങനെ ആണെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ നിന്നാ പോരാ, ഒരു ടൈ കെട്ടണം എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് എനിക്ക് ടൈ കെട്ടി തന്നത് സഫയർ മൂർത്തി സാറാ. അത്ര ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല കെട്ടിയേ, അതും കൂടി പറയണല്ല. പക്ഷെ ഒരു സഫയർ ആയിട്ടുള്ള, അന്ന് സഫയർ അല്ല, അന്ന് എമറാൾഡാന്ന് തോന്നുന്നു മൂർത്തി സാറ്. അന്ന് എമറാൾഡ് ആയിട്ടുള്ള ഒരാള് എനിക്ക് ടൈ കെട്ടി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ടൈ കെട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹമായിട്ട് ഞാൻ ഏറ്റെടുത്തു. സത്യം പറഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഈ തൊണ്ട കുടുങ്ങിയിട്ട് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങണ്ടേ. കാരണം നമുക്ക് പരിചയം, മരപ്പണിക്കാരന് പരിചയമുള്ളതാണ് ഈ കുടുക്ക് അല്ല. പക്ഷേ വേഷം മാറി. കാരണം എന്താണ്?
ഈ സിസ്റ്റം മാറി, വേഷം മാറി, ഈ സംവിധാനം നമ്മൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മുടെ ഡ്രസ്സിങ് മാറാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ആദ്യം മാറ്റത്തോടുള്ള ഭയം മാറണം. നമ്മൾ പല ആളും പറയാറുണ്ട്, ഞാൻ ഇന്നത് സ്റ്റാറായിട്ട് ഞാൻ പാൻ്റ് ഇടാം, സ്റ്റാറായിട്ട് ഞാൻ ഇഞ്ച് ചെയ്യാം, സ്റ്റാറായിട്ട് ഞാൻ ഷൂ ഇടാം. അങ്ങനെയല്ല, സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാറ്റത്തോടുള്ള ഭയം ഒഴിവാക്കി മുന്നേറണം. അതുകൊണ്ട് ലീഡേഴ്സ് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ലീഡേഴ്സിനോട് കയർക്കല്ല വേണ്ടത്, അത് എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി ആ മാറ്റത്തോട് ഒത്തൊരുമിച്ച് ആരാണോ പോകുന്നത് അവർക്ക് വിജയിക്കാൻ സാധിക്കും. അടുത്തതാണ് ഭൂതകാലത്തിലെ ജീവിതം. ഇന്നലകളും നമ്മൾ പല ജോലികളും പല ബിസിനസ് ചെയ്ത് പൊട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ എനിക്കറിയാം. ഇത് ആളെ ചേർത്തുന്ന പരിപാടിയല്ലേ? ഇതൊക്കെ എനിക്കറിയാം. ഇത് ചങ്ങലയല്ലേ? ഇതൊക്കെ എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരൻ്റെ 20,000 പോയിട്ടുണ്ട്, മറ്റൊരു 20,000 പോയി. ഈ പരിപാടി ഇവിടെ വേണ്ട. എന്താ കാരണം? മുന്നേ പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ പല രീതിയിലും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ രീതികളൊക്കെ മാറി നല്ലത് അല്ലേ? പറയാറില്ല, ആലിങ്കായ പൂത്തപ്പോൾ കാക്കയ്ക്ക് വായൽ പുണ്ണ് എന്നുള്ള രീതിയിൽ ആ പുണ്ണായിട്ട് നമ്മൾ ഇരിക്കരുത്. കാരണം എന്താണ്? ഇന്ന് നല്ല സമയം വന്നിരിക്കുക ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്റെ. ആ നല്ല സമയത്ത് അതാണ് ഇതാണ്, ഇത് ചങ്ങലയല്ലേ, ഇത് ആളെ ചേർത്തുന്ന പരിപാടിയല്ലേ, അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് നിന്നാൽ ഭൂതകാലത്തിലെ നമ്മുടെ ജീവിതം ആർസിമിലെടുത്താൽ ഒരു വ്യക്തിക്കും വിജയിക്കാൻ പറ്റില്ല. ഇത് കാലഘട്ടത്തിന്റെ മാറ്റാണ്. ഈ മാറ്റത്തിന്റെ ഒപ്പം ആരാണ് നിൽക്കുന്നത് അവർക്കുള്ളതാണ് ആർസിയം. അതുകൊണ്ട് ഭൂതകാലത്തിലെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ മുന്നിൽ കണ്ടിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. തയ്യാറാണോ? ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നില്ല? ഞാൻ പറയുന്നു, ഓരോന്ന് പുട്ടിനെ പീരിടണ മാതിരി ഇടയ്ക്ക് ഓരോ പോയിന്റിനും കൈയടിക്കണം അല്ലേ? ദാമോദരൻ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റാന്ന് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും കൈ കെട്ടിയിരുന്നാലോ? ഈ ദാമോദരനെ അംഗീകരിച്ചാ? ദാമോദരനെ ഈ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ അംഗീകരിച്ച അപ്പൊ തന്നെ കൈയടിക്കുമ്പോഴല്ലേ ദാമോദരന് സപ്പോർട്ടുള്ളൂ. ഈ പോയിന്റിന് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ കൈയടിച്ച് പാസ്സാക്കണ്ടേ? ഓക്കെ, അതാണ് അടുത്തത് നമ്മളെ അവനവനെ തിരിച്ചറിയുക. ഞാൻ ആരാണ്, എന്താണ്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, എൻ്റെ കഴിവ് എന്താണ്, എൻ്റെ പോരായ്മ എന്താണ്, രണ്ടും മനസ്സിലാക്കണം. ഞാനെല്ലാണ്, എനിക്ക് എല്ലാ അറിവുണ്ട് എന്ന് വിചാരിച്ച് ആർസിമിൽ നിന്നാൽ ആ വ്യക്തിക്ക് ഒന്നും നേടാൻ പറ്റില്ല. കട്ടായം 1 തരം, 2 തരം, 3 തരം. കൈയടിച്ച് പാസ്സാക്കിക്കോ. പല ആളുണ്ട് ആർസിമിൽ വന്നിട്ട് എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇത് കൂലിപ്പണിയല്ല, ഇത് ഫോർമാൻ്റെ പണിയല്ല. ഇത് നമ്മുടെ ടീമിനെ ഒരുമിച്ച് നല്ല റിലേഷനോട് കൂടി ചേർത്ത് നിർത്തുന്ന സംവിധാനമാണ്. അതുകൊണ്ട് അവനവനെ മനസ്സിലാക്കാം. നമ്മുടെ നല്ലതും മനസ്സിലാക്കണം, നമ്മുടെ പോരായ്മയും മനസ്സിലാക്കണം. നമ്മുടെ പോരായ്മ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? ആ പോരായ്മ നികത്താനുള്ള ഒരു ശ്രമം നമ്മളിൽ ഉണ്ടാവണം. അവിടെയാണ് നമ്മുടെ വളർച്ച. നമ്മുടെ നല്ലത് വീണ്ടും ചെയ്താൽ, നമ്മൾക്ക് അറിയാവുന്ന കാര്യം അത് വീണ്ടും ചെയ്താൽ ആ അറിയാവുന്ന കാര്യത്തിൽ നമ്മൾ മാസ്റ്റർ ആവുള്ളൂ. ക്ലിയറായ പറയുന്നത്? എനിക്ക് ഇങ്ങനെയുള്ളൊരു ചോട് എനിക്കറിയാം, ഈ ചോട് തന്നെ ഞാൻ വെച്ചാൽ എന്തുണ്ടാവും? ഈ ചോടിൽ ഞാൻ മാസ്റ്റർ ആവും. പക്ഷെ അടുത്ത സ്റ്റെപ്പിന്റെ ചോട് എനിക്ക് അറിയില്ലെങ്കിലോ? ഇതിൽ ഞാൻ മാസ്റ്ററാ, പക്ഷെ അടുത്ത ചോട് ഞാൻ തെറ്റിച്ചാലോ എന്നെ കളിക്ക് നിർത്തോ? അപ്പോൾ എനിക്ക് ഈ അറിയുന്ന ചോടും ഞാൻ വെക്കണം, പക്ഷെ അറിയാത്ത ചോടാണ് ഞാൻ കൂടുതൽ പഠിക്കാൻ തയ്യാറാവേണ്ടത്. പല ആൾക്കും ചില ചോടുകൾ അറിയാം, ചില ചോടുകൾ അറിയില്ല. അതുകൊണ്ട് ആർസിമിലൂടെ വിജയിക്കാൻ ഓരോ ഘട്ടത്തിലും ബിഗിനറായിട്ട് നിൽക്കുമ്പോൾ ബിഗിനറിൻ്റെ ചോട്, സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ സ്റ്റാറിൻ്റെ ചോട്, ഒരു റോയൽറ്റിയിൽ വരുമ്പോൾ അവിടെ ചോട് ഇനിയും വെക്കാനുണ്ട്. അവിടെ പേളായിട്ട് നിൽക്കുമ്പോഴും എമറാൾഡ് ആവുമ്പോഴും സ്റ്റാർ എമറാൾഡ് ആവാനുള്ള ചോട് വരെയാണ് ഇപ്പോൾ ചെറിയൊരു പഠിപ്പ് പഠിച്ചിട്ടുള്ളൂ. ഇനി റൂബി എങ്ങനെയാവേണ്ടതെന്നുള്ള ചോട് ഇനിയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ചുവടുകൾ അവസാനിക്കുന്നില്ല. ഞാൻ എല്ലാം തികഞ്ഞു എന്ന് ഏതെങ്കിലും ലീഡർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പരാജയം, അവിടെയാണ് നിങ്ങളുടെ തളർച്ച. ടീം തളരും, ഒരു സംശയമില്ല. ഇന്നും
ഇന്നും സ്റ്റാർ എമറാൾഡായിട്ട് ഇന്ന് ഇവിടെ എന്ത് സംസാരിക്കണമെന്ന് എൻ്റെ മെൻറ്ററായിട്ടുള്ള ഗിരീഷ് സാറിനോട് ചോദിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ 2 വാക്ക് ഞാൻ പറയുന്നത്. ഇന്നും ഒരു ത്രിദിന കോഴ്സ് എങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഗിരീഷ് സാറിൻ്റെ ഏതെങ്കിലും ഒരു നിർദ്ദേശം കേട്ട് ആ ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ ത്രിദിന കോഴ്സിന് പോകാറുള്ളൂ. നിങ്ങൾ എത്ര പേര് ചെയ്യാറുണ്ട്? അവിടെയാണ് ഗുരുത്വം എന്നുള്ളൊരു കാര്യം വേണം. അല്ല, എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് കാര്യമില്ല, ഗുരുത്വം നമ്മൾ വാങ്ങിച്ചെടുക്കണം. JRC മുഡാർസിയും. ഓക്കെ, അടുത്തൊരു പോയിന്റ്, അമിതമായ ചിന്ത ഒഴിവാക്കുക. അല്ല, ആളുകൾ ഇങ്ങനെ ആലോചിക്കുക, എന്നാലും TCGക്ക് എങ്ങനെയായി ബോണസ് കൊടുക്കാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ ആളുകൾക്ക് കാശ് കൊടുക്കണമെങ്കിൽ എന്തോ ഒരു കള്ളത്തരേൻ്റെ പിന്നിലില്ലേ? ഏത് ചില ആളോട് ഹോം ഷോപ്പ് തുടങ്ങാൻ പറഞ്ഞപ്പോൾ, അതെ എൻ്റെ അച്ഛൻ്റെ കാലത്ത് ദാമോദരൻ ചേട്ടൻ്റെ കട എൻ്റെ തൊട്ടുമർത്ത, ഞാൻ ഇനി ഒരു ഹോം ഷോപ്പ് തുടങ്ങിയ ദാമോദരൻ ചേട്ടൻ എന്ത് വിചാരിക്കും? അമിതമായ ചിന്ത അല്ലേ? ദാമോദരൻ ചേട്ടൻ നമ്മുടെ കുടുംബത്തിന് ചെലവ് നടത്തോ? ദാമോദരൻ ചേട്ടൻ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തരുമോ? നമ്മളൊരു തീരുമാനം. അമിതമായ ചിന്ത ഇവിടെ വില പോകില്ല. ഇവിടെ ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ അപ്പുറത്താണ് RCBന്റെ സിസ്റ്റം. നമ്മുടെ ചിന്ത എവിടെ അവസാനിക്കുന്നോ അവിടെ നിന്നാണ് RCBന്റെ സിസ്റ്റം തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് അമിതമായ ചിന്ത ചിന്തിച്ച് നമ്മൾ തല പുകയേണ്ട ആവശ്യമില്ല. RCBന്റെ കൃത്യമായ സിസ്റ്റം പാലിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ വിജയിക്കാം. കൂടുതൽ ബുദ്ധി എടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇതിന് കയ്യടിയില്ല അല്ലേ? ഇത് ഇഷ്ടമായില്ല എന്നുണ്ട് ഈ പോയിന്റ്. ആർക്കും ഇഷ്ടാവല്ലേ നിങ്ങളുടെ ബുദ്ധി എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ബുദ്ധിമേ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും അതുമാതിരി നിൽക്കുന്നത്. ഞാൻ എൻ്റെ ബുദ്ധിക്കാണ് ഗൾഫിൽ പോയത്, എൻ്റെ ബുദ്ധിക്കാണ് പലചരക്ക് നടത്തിയത്, എൻ്റെ ബുദ്ധിക്കാണ് മരപ്പണി ചെയ്തത്. പക്ഷേ എൻ്റെ ബുദ്ധി ഒന്ന് മാറ്റി എവിടെ ഞാൻ വെച്ചോ ടക്ക എന്ന് പറഞ്ഞിട്ടാണ് ബാങ്ക് അക്കൗണ്ടിൽ വരുമാനം വരുന്നത്. അത് RCBയിലെ ഗിരീഷ് സാറ് പറഞ്ഞു, എൻ്റെ ബുദ്ധി മാറ്റി ഞാൻ ഗിരീഷ് സാറ് പറയുന്ന എന്താണോ അതാണ് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ടീമിനോട് ഞാൻ പറയുന്നതായിട്ടല്ല ഞാൻ പറയാറ് അല്ലേ? എൻ്റെ ലീഡറായ ഗിരീഷ് സാറ്, എൻ്റെ ലീഡറായ ഡോക്ടർ രാജ് സാറ്, മൂർത്തി സാറ് അത് പറയുന്നതായിട്ടാണ് ഞാൻ പറയാം. എന്നോട് നീരസമുള്ള ചിലപ്പോൾ ചില ആളുകളെങ്കിലും എൻ്റെ ടീമിലുണ്ടാവും അല്ലേ? അപ്പം ഞാൻ പറയുന്നതായിട്ട് പറഞ്ഞാലോ? അപ്പോൾ ടീമംഗങ്ങൾ എന്നോട് നീരസമുള്ള ഒരു ടീമംഗം പറയും, ചിന്തിക്കും, നീ പറയുന്ന എന്നാൽ ഞാൻ കേൾക്കില്ല. അത് എന്നോട് നീരസമുള്ള ആള് മുതിർന്ന ലീഡേഴ്സായിട്ട് വല്ല നീരസം ഉണ്ടാവോ? തൊട്ടടുക്കത്ത് നിൽക്കുന്ന ആളുകളായിട്ടല്ലേ നീരസം. അപ്പോൾ ഞാൻ പറയും, ഗിരീഷ് സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ രാജ് സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവരിരുന്ന് ചിന്തിക്കും, ഡോക്ടർ രാജ് സാറ് പറഞ്ഞത് എന്നാൽ ഞാൻ കേൾക്കാം. നമ്മളിതിൻ്റെ ടെക്നിക്ക് വശം പഠിക്കണം. അതുകൊണ്ട് ഞാനാണ് എല്ലാം എന്നുള്ളത് മാറ്റി എൻ്റെ ലീഡേഴ്സാണ് എല്ലാം എന്ന് ആരാണോ പറയുന്നത് അവരുടെ ബിസിനസ് വളരും. അല്ലാണ്ട് ഞാനാണ് എല്ലാം, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് നിശ്ചയിക്കുന്ന മാതിരി നടന്നാൽ മതി, വയർക്കും. മനസ്സിലായില്ലേ? വയർക്കുന്ന്. ഓക്കെ, അടുത്തതാണ് ഒരു കാര്യവും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. ലോട്ടറി കച്ചവടമല്ല നമ്മൾ നടത്തുന്നത്. ഇത് ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരാൾക്ക് ഒരു കാസറ്റ് ഇറക്കി കഴിഞ്ഞാൽ അവരുടെ എത്ര തലമുറയ്ക്ക് വേണമെങ്കിൽ ആ കാസറ്റ് ഉപയോഗിക്കാം. ഇല്ലേ സാറേ? എന്താ കാരണം? ഇന്ന് ലോട്ടറി ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? നാളെ മറ്റന്നാളത്തെ ആയിരിക്കും അപ്പോഴും പറയും നാളെ, ഇന്നത്തെ ആയിരിക്കും അപ്പോഴും പറയും നാളെ. നാളെ എന്താണ്? നാളേക്ക് അവസാനമില്ല. പല ആളുകളും ഹോം മീറ്റിംഗ് നടത്താൻ പറയുമ്പോൾ അത് നാളെ, ഓണം കഴിട്ടെ, പെരുന്നാൾ കഴിട്ടെ, ഒക്കെ നാളേക്ക് മാറ്റി വയ്ക്കുന്ന രീതി. ഞാൻ പറയുന്നു, ഇന്ന് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ കയ്യിലില്ല. ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ നിമിഷം എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അതാണ് നാളത്തെ നമ്മുടെ റിസൾട്ട് അല്ലെ? ഈ 6 കാര്യങ്ങള് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ഒരാള് ഒന്ന് ഉറപ്പാക്കണം, തീരുമാനിക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക്